ഹായ് എവരി വൺ. സോ ഇന്ന് 18th ഡേ ആണ്. ഞാനിത് കുറച്ച് ലേറ്റായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. സോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സിറത്തിനെ കുറിച്ചാണ്. ഇത് ഹെയർ റീഗ്രോത്തിൻ്റെ ചലഞ്ച് തന്നെയാണ്. ബട്ട് ചില കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോകുന്നത് വളരെ നന്നായിരിക്കും, എസ്പെഷ്യലി കോൺസെപ്റ്റ്സ്. സോ നിങ്ങളുടെ ഹെയർ ലോസ് എന്ത് കാരണത്താലാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് അറിയേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹെയർ സിറം ചൂസ് ചെയ്യുന്നതിന് മുമ്പ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഹെയർ സിറമേ ഉള്ളൂ. ബട്ട് ഞാൻ ഇതിനു മുമ്പ് വേറെയും കുറച്ച് ബ്രാൻഡ്സിൻ്റെ ഹെയർ സിറംസ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് അതുകൊണ്ട് തന്നെ ഒരു ഇൻഡെപ്ത് കോൺസെപ്ഷ്യൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരണം. നമ്മൾ ഹെയർ ലോസ് എന്ത് കാരണത്താലാണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് മനസ്സിലായാൽ കറക്റ്റായിട്ടുള്ള സിറം തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഹെയർ ലോസ് ഉണ്ടാവാൻ കാരണം ഒന്നാമത്തെ കാര്യം ഹോർമോണൽ ഇംബാലൻസ്, രണ്ടാമത്തെ കാര്യം കുറച്ച് ജനറ്റിക്സും, പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി, അതുപോലെ തന്നെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്ന് ചേരുമ്പോഴാണ് എൻ്റെ ഹെയർ ലോസിൻ്റെ മെയിൻ കാരണം. ഇതിൽ ജനറ്റിക്കായിട്ടുള്ള ഫാക്ടർ എപ്പോൾ ആഡ് ആവോ ആ സമയത്ത് നമ്മൾ ഈ എന്താ പറയുക, നമുക്ക് നോർമലി അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡ്സിൻ്റെ എല്ലാ ഹെയർ സിറംസ് അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഞാൻ ആക്ച്വലി വിഷ് കെയറിൻ്റെ ഹെയർ സിറമാണ് യൂസ് ചെയ്തിരുന്നത്. അത് യൂസ് ചെയ്ത സമയത്ത് ഹെയർ റീഗ്രോത്ത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഹെയർ റീഗ്രോത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജനറ്റിക്കൽ ഫാക്ടർ കാരണം ആ പൊടിച്ചു വരുന്ന മുടിക്ക് അത് തിന്നായിരിക്കും, അതിൻ്റെ ഡയമീറ്റർ വളരെ കുറവായിരിക്കും. കാരണം ഹെയർ തിന്നിങ് ജനറ്റിക്കലിയാണ് നടക്കുന്നത്. ഹോർമോണൽ ഇംബാലൻസ് കാരണവും ഹെയർ തിന്നിങ്ങാണ് നടക്കുന്നത്. അപ്പോൾ അതിനെ കോമ്പാക്ട് ചെയ്യണമെങ്കിൽ ഒരു നല്ല സിറം ഉപയോഗിക്കണം. ഐ മീൻ അഫ്കോഴ്സ് വിഷ് കെയർ നല്ലത് തന്നെയാണ്, ബട്ട് അത് ജനറ്റിക് ആയിട്ടുള്ള ഹെയർ ലോസിന് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. സോ ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് നിങ്ങളുടെ ഹെയർ ലോസിൻ്റെ കാരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. അവരും ഒരു ഹെയർ സിറം എഴുതി തരുമായിരിക്കും. ഇതിപ്പോൾ എനിക്ക് എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്ത ഹെയർ സിറമാണ്. ബട്ട് ഞാനിതിപ്പോൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നു, കാരണം ഇതിലൊരു കണ്ടന്റ് ഇല്ല. ഇപ്പോൾ ഹെയർ സിറംസ് നോർമലി നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ മിനിമം ഉണ്ടാവേണ്ട സാധനങ്ങളാണ് മിനോക്സിഡിൽ. മിനോക്സിഡിൽ ഇല്ലായാലും കുഴപ്പമില്ല, എസ്പെഷ്യലി റെഡ്സിൽ ഉണ്ടാവണം. മിനോക്സിഡിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ മിനോക്സിഡിൽ ഉപയോഗിച്ചിട്ടുണ്ട് ട്രോപ്പിക്കൽ സൊല്യൂഷൻ 1%. മിനോക്സിഡിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മിനോക്സിഡിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് നിർത്തിയാൽ നമുക്ക് പൊടിച്ചു വരുന്ന മുടിയെല്ലാം കൊഴിഞ്ഞു പോകും. മിനോക്സിഡിൽ ജനറ്റിക് ഹെയർ ലോസിന് നല്ലതാണ്, കാരണം അത് ആ ഹെയർ തിന്നിങ് കുറയ്ക്കും, ഹെയറിൻ്റെ ഡയമീറ്റർ കൂട്ടും, പുതിയ ഹെയർ റീഗ്രോത്ത് ഉണ്ടാവും. എല്ലാത്തിനും മിനോക്സിഡിൽ നല്ലതാണ്. പക്ഷേ മിനോക്സിഡിൽ നിർത്താൻ പറ്റില്ല. നിർത്തിക്കഴിഞ്ഞാൽ അത്രയും ഹെയർ നമ്മുടെ കൊഴിഞ്ഞ് തന്നെ പോകും. പക്ഷേ റെഡ്സിൽ എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻ്റ് അങ്ങനെയല്ല. ഹെയർ റീഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ആ ഹെയറിന്, ആ ഗ്രോ ആയിട്ടുള്ള ഹെയറിന് എന്താ പറയുക, ആയുസ്സും ഉണ്ടാവും. സോ ഇതാണ് മിനോക്സിലും റെഡ്സിലും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ വേറെയും ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇപ്പോൾ പ്രോക്യാപ്പിലായിരുന്നാലും അങ്ങനെയുള്ള കുറച്ച് എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതും വളരെ നല്ലതാണ്. എനിക്ക് തോന്നുന്നു വിഷ് കെയറിൻ്റെ ഹെയർ സിറത്തിൽ പ്രോക്യാപ്പിലും അതൊക്കെയാണുള്ളത്, കെഫീൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഉള്ളത്. അത് വളരെ നല്ലതാണ്, നല്ലതല്ല എന്നല്ല. പക്ഷേ റെഡ്സിൽ ഉള്ള ഹെയർ സിറംസ് ആണ് ഏറ്റവും നല്ലത്. പ്ലസ് ജനറ്റിക് ഹെയർ ലോസ് ഉള്ള ആൾക്കാർക്ക് അത് ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്ത ഹെയർ സിറമായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ കാര്യത്തിൽ എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് എനിക്ക് മിനോക്സിഡിൽ സജസ്റ്റ് ചെയ്ത് തന്നില്ല, വിച്ച് ഇസ് എ ഗ്രേറ്റ് തിങ്. നോർമലി ജനറ്റിക് ഹെയർ ലോസ് ഉള്ളവർക്ക് മിനോക്സിഡിലാണ് സജസ്റ്റ് ചെയ്യാറ്. ബട്ട് എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് അത് ചെയ്തില്ല. അത് ഞാൻ വളരെ നല്ലൊരു കാര്യമായിട്ടാണ് കാണുന്നത്. കാരണം മിനോക്സിഡിലാണ് സജസ്റ്റ് ചെയ്ത് തന്നിരുന്നുണ്ടെങ്കിൽ എനിക്ക് ജീവിതകാലം മുഴുവൻ അത് യൂസ് ചെയ്യേണ്ടി വരും. ബട്ട് എനിക്ക് ഒരു സമയത്തും അത് ബ്രേക്ക് എടുക്കാൻ പറ്റില്ല. ഈവൻ ഫോർ 1 month ഇഫ് ഐ ടേക്ക് എ ബ്രേക്ക്, അത് പൊടിച്ച് വന്നതെല്ലാം തിരിച്ചു പോകും. സോ അത് ഒഴിവാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് റെഡ്സിലുള്ള ഹെയർ സിറം ഉപയോഗിക്കാൻ. പക്ഷേ ഇതിലതില്ല. ബട്ട് ഇത് ചെയ്യുന്ന ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ, ഈ ജനറ്റിക് ഹെയർ ലോസ് ഉള്ളവർക്കും അതുപോലെ തന്നെ ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് ഉള്ളവർക്കും ഈവൻ മെയിൽ പാറ്റേൺ ഹെയർ ലോസ് ഉള്ളവർക്കും തലയിൽ ഇൻഫ്ലമേഷൻ കാണും, തലയിൽ അവിടെ ആയിട്ട് വേദന കാണും. ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് ഈ ഹെയർ സിറം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊരിക്കലും ഹെയർ റീഗ്രോത്ത് അധികം കാണിക്കത്തില്ല. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ക്ഷമ വേണം. ഇത് യൂസ് ചെയ്തിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് അയ്യോ ഇത് വർക്കാവില്ല. അല്ല, ഇത് വർക്കാവും. ഇത് വർക്കാവുന്നത് ഇൻഫ്ലമേഷനിൽ ആ വേദനകൾ ഉള്ള സ്പോട്സ് കുറയ്ക്കാനായിട്ടാണ്. പിന്നെ ആ ഉള്ള മുടീനെ സ്ട്രെങ്തായിട്ട് വെക്കാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിത് 2 ബോട്ടിൽ യൂസ് ചെയ്തു. എനിക്ക് ആ ഒരു ചേഞ്ച് നന്നായിട്ട് അറിയാൻ പറ്റി. കാരണം ഞാൻ അത്രയും അവെയറായിട്ട് ഇരിക്കുന്ന ഒരാളും കൂടിയാണ്. എൻ്റെ ബോഡിയെ ഞാൻ നല്ല രീതിയിൽ സ്കാൻ ചെയ്യും. സോ അതുകൊണ്ട് എനിക്ക് ഈ ഹെയർ സിറം വർക്കായി. ബട്ട് ഞാനിത് ചേഞ്ച് ചെയ്യാൻ പോകണം, കാരണം ഇനി എനിക്ക് ഹെയർ റീഗ്രോത്ത് വേണം. അപ്പോൾ റെഡ്സിലുള്ളൊരു ഹെയർ സിറമാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ആ ഹെയർ സിറം ഏതാണെന്നുള്ളത് ഞാൻ ആക്ച്വലി പിന്നീട് പറയാം, കാരണം അതിപ്പോൾ ഞാൻ മേടിച്ചിട്ടില്ല. സോ എനിക്ക് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് ഇനി സാറ്റർഡേ ആണ്. സോ സാറ്റർഡേ ഞാൻ ആ ഹെയർ സിറം മേടിച്ചിട്ട്
ഞാൻ പറയുന്നതാണ്. ബട്ട് ഈ വീഡിയോ അപ്ലോഡ് ആവാൻ പോകുന്നത് ഓഫ്കോഴ്സ് സൺഡേ മറ്റോ ആയിരിക്കും. സോ എന്താ പറയുകയെന്ന് വെച്ചാൽ കുറച്ച് ലേറ്റായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്, കാരണം കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ്, ഫോർ വിച്ച് ഐ എം വെരി സോറി. സോ ഹെയർ സിറംസ് വളരെ ശ്രദ്ധിച്ച് മാത്രം മേടിക്കുക, കാരണം ഭയങ്കര എക്സ്പെൻസീവാണ്. ആൻഡ് ഹെയർ സിറംസ് ഒരെണ്ണം ഇൻകോപ്പറേറ്റ് ആയി തുടങ്ങിയാൽ നിങ്ങളുടെ റുട്ടീനിൽ അത് മാറ്റാം നമുക്ക്. ബട്ട് അത് കുറച്ചുകൂടി ലോങ് ടൈം പോയാൽ മാത്രമേ റിസൾട്ട് തരുള്ളൂ. അല്ലാണ്ട് 1 മാസം ഉപയോഗിച്ചിട്ട് 2 മാസം ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് മാറ്റം ഉണ്ടാകത്തില്ല. അത് റീഗ്രോത്തിനാണ് നിങ്ങൾ നോക്കുന്നത്. ഇതിപ്പോൾ ഞാൻ റീഗ്രോത്തിനല്ല നോക്കിയത്, ഇത് എൻ്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഡോക്ടർ എഴുതി തന്നത്. സോ അതുകൊണ്ട് തന്നെ അതിനിത് നന്നായി വർക്കായി. സോ പുതിയ ഹെയർ സിറം യൂസ് ചെയ്തിട്ട് അതിൽ 2 സീ കൂടി ഉണ്ടാവും. സോ അതിൻ്റെ ഞാനൊരു റിവ്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ പറയാം, വിച്ച് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് 1 month. So yeah, that's about it. And yeah, thanks everyone. Thank you so much. Stay tuned and please subscribe to my channel.